പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടിയും ഗായികയും ബിഗ് ബോസ് മലയാളം സീസൺ 5 മത്സരാർത്ഥിയുമായ മനീഷ. ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച വേളയിൽ ഈ വിഷയത്തിൽ തന്റെ പ്രതികരണത്തെക്കുറിച്ചെല്ലാം മനീഷ പറഞ്ഞിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇതേക്കുറിച്ചെല്ലാം സംസാരിച്ചത്. എന്നാൽ ഈ അഭിമുഖത്തിൽ മനീഷയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിച്ച അവതാരകന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയും താരം നൽകുന്നുണ്ട്. ഇപ്പോൾ മുട്ടുന്ന കാലഘട്ടമാണല്ലോ. നിലനിൽപ്പിനും അവസരത്തിനും വേണ്ടി ചേച്ചിക്ക് മുട്ടിയ വാതിൽ തുറന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. ഇതിന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മനീഷ മറുപടി പറഞ്ഞത്. എനിക്ക് അങ്ങനെ തുറന്നു കൊടുക്കേണ്ടി വന്നുവെങ്കിൽ എന്റെ 100ാമത്തെ സിനിമ ഞാനിവിടെ ആഘോഷിച്ചേനെ. എന്തുള്ള ചോദ്യമാണ് താൻ ചോദിക്കുന്നത്? മുട്ടുമ്പോൾ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? എല്ലാവരുടെയും എക്സ്പീരിയൻസ് അതാണോ? ഇത്തരത്തിൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വൈറലാകാനാണോ? ആളും തരവും കണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അനാവശ്യ വിവാദങ്ങളും വാർത്താ പ്രാധാന്യവും ലഭിക്കാൻ എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല ഞാൻ. ഇത്തരം ചോദ്യങ്ങൾ എന്റെ മുമ്പിലിരുന്ന് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ചെപ്പാക്കുറ്റി അടിച്ച് പൊളിക്കും ഞാൻ. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയാണോ എന്നായിരുന്നു മനീഷ പറഞ്ഞത്. ശേഷവും തന്റെ ചോദ്യത്തിൽ തെറ്റില്ല എന്ന നിലപാടിലായിരുന്നു അവതാരകൻ. തന്റെ ചോദ്യത്തെ ന്യായീകരിക്കുന്ന അവതാരകനോട് കൂടുതൽ കിടന്ന് മെഴുകണ്ട എന്നും വീട്ടിൽ പോയി അമ്മയോടോ പെങ്ങളോടോ പോയി ഇങ്ങനെ ചോദിക്കുമോ എന്ന മനീഷയുടെ ചോദ്യത്തിന് എന്റെ അമ്മയും പെങ്ങളുമൊന്നും സിനിമയിലല്ല എന്നായിരുന്നു അവതാരകന്റെ മറുപടി. അതേസമയം ഈ വീഡിയോ വളരെ പെട്ടെന്നായിരുന്നു വൈറലായി മാറിയത്. പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ട്രോളുകളും അവതാരകനെതിരെ വന്നിരിക്കുകയാണ്. അതേസമയം തനിക്കും അഭിനയ മേഖലയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് മനീഷ പറഞ്ഞിരുന്നു. സഹപ്രവർത്തകനിൽ നിന്നു തന്നെയായിരുന്നു ദുരനുഭവം. ആ ദുരനുഭവം ഞാൻ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ചു. അയാളുടെ ഭാഗത്തു നിന്നും ക്ഷമയും ഇനിയൊരു ശല്യവും ഉണ്ടാകില്ലെന്നും തീർപ്പുണ്ടാക്കി. പിന്നീട് അയാളിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാ സ്ത്രീകൾക്കും എവിടെ നിന്നുമെങ്കിലും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അതിനെ എതിർക്കാനുള്ള മരുന്ന് നമ്മൾ കണ്ടെത്തണം. ശരീരത്തിൽ കയറി പിടിച്ചാൽ നോ എന്ന് പറയാനുള്ള ധൈര്യം സ്ത്രീ ആദ്യം ആർജിച്ചെടുക്കണം. നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മുതലക്കണ്ണീർ ഒഴുക്കാതെ ജനുവിനായി കണ്ണീർ ഒഴുക്കുന്നവരുടെ മുന്നിൽ നീതി ദേവത കണ്ണ് തുറക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ ഇരുന്നിരുന്നുവെങ്കിൽ, എന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ 100ാമത്തെ പടം ആഘോഷിച്ചേനെ. ഇല്ലെങ്കിൽ 2 നില കെട്ടിടവും ഒരുപാട് സാമ്പത്തിക സ്ഥിതിയും ഒക്കെ ഉണ്ടായേനെ. എനിക്ക് മാന്യത ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം മതി എനിക്ക് അവസരം. പട്ടിണി കിടന്നാലും അഭിമാനത്തോടെ മരിക്കുമെന്നാണ് മനീഷ പറഞ്ഞത്.